അപ്പൊ നമുക്ക് ഇവിടെ എത്തിയ ഭക്തരടുത്ത് ഇനി സംസാരിക്കാം. ഈ അമ്മമാരുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ആറ്റുകാൽ അമ്മയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എത്ര ചോദിച്ചാലും അവർ ഓരോരുത്തർക്കും ഓരോ കഥകളാണ്, ഓരോ അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത്. അമ്മ എവിടുന്നാ വന്നേ? ആലുവ. ആലുവ. എല്ലാ വർഷവും പൊങ്കാല അർപ്പിക്കാൻ വരാറുണ്ടോ? ഇല്ല, അതെ ഇതൊക്കെ വരാറുണ്ട്. ഞങ്ങള് ആദ്യമായിട്ട് വന്നേക്കണേ. അമ്മയെ ആലുവെന്നാണോ? ഞാൻ ആലുവെന്നാണ്. എത്ര വർഷം കൊണ്ട് വരുന്നു? ഇപ്പൊ ഈ കൊറോണയ്ക്ക് തുടങ്ങി വന്നതാണ്. പിന്നെ കൊറോണ കഴിഞ്ഞിട്ട് പിന്നെ മുടങ്ങിയിട്ടില്ല. നിങ്ങൾ എപ്പോ എത്തി? ഇന്നലെ എത്തിയോ? ഇന്നലെ ഈ വെളുപ്പിന്. എങ്ങനെ വന്നേ? ഞങ്ങള് ട്രെയിന്. തൊഴുതിട്ടില്ല. തൊഴുവാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഇനി നാളെ അപ്പൊ ചിലപ്പോ വൈകുന്നേരം ആകുമ്പോഴേക്കും തൊഴുവാൻ പറ്റും. പൊങ്കാല എവിടെയായിരുന്നു പൊങ്കാല അർപ്പിക്കണേ? അപ്പുറത്ത് ഇതിനടുത്ത് തന്നെ ആറ്റുകാൽ അമ്മയുടെ അടുത്ത് തന്നെ. ശരി, നമ്മളിപ്പോ 8 വർഷം കൊണ്ട് അമ്മ വരുന്നു എന്ന് പറഞ്ഞല്ലേ, ഒരു ഓർമ്മ, ഒരു അനുഭവം എന്താണ് ആറ്റുകാൽ അമ്മയായിട്ട്? അമ്മ ഇവിടെ ഞാൻ ഇതേപോലെ വന്നു കഴിഞ്ഞപ്പോ അമ്മ വരാൻ പറഞ്ഞ എൻ്റെ ഇതൊക്കെ എൻ്റെ ആണെന്ന് പറഞ്ഞ അങ്ങനെ ഒരിത് വന്നപ്പോ ഞാൻ വന്നു തുടങ്ങിയതാ. പിന്നെ എനിക്ക് മുടക്കാൻ പറ്റിയിട്ടില്ല. അതൊരു അനുഭവമാണ്. ഒരുപാട് പ്രാർത്ഥനകൾ കാണും. പ്രാർത്ഥനയുണ്ട്. എനിക്ക് വീടുണ്ടായി. പിന്നെ എനിക്കെല്ലാം കൊണ്ടും നല്ല. അമ്മ ആദ്യമായിട്ടാണോ? ഞാൻ ആദ്യമായിട്ട് പറഞ്ഞതാ. അമ്മ എങ്ങനെയാ ഇത് അറിഞ്ഞു വന്നതാണോ? അതായത് ഒരു ആഗ്രഹം കാണുമല്ലോ, വരണമെന്ന് തോന്നി. എങ്ങനെയായാലും ഈ തവണ വരണമെന്ന് തോന്നി. അപ്പൊ ഇവരോടൊക്കെ പറഞ്ഞപ്പോ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ്. ഇവരെല്ലാരും ആലുവെന്നാണോ? കൂട്ടമായിട്ട് കൂട്ടുകൂടി പോകുന്നതാണ്. അമ്മ ഇപ്പൊ എത്ര നാളായി? ആദ്യമായിട്ട് ഇപ്പൊ വരുമ്പോഴത്തേക്കും എങ്ങനെയുണ്ട് ആ ഒരു അനുഭവം? കാരണം ഇവിടെ വലിയ തിരക്കാണ്. തൊഴണമെന്ന് ഭയങ്കര ആഗ്രഹം, പക്ഷെ അവിടെ ഇങ്ങ് എടുക്കാൻ പറ്റണില്ല. തൊഴുവാൻ പോലും അവർ സമ്മതിക്കണില്ല. എന്താ ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. ഒരുപാട് ഭക്തരെത്തിയിട്ടുണ്ടല്ലോ ഇന്നൊന്ന് കാണാൻ വേണ്ടി. അങ്ങനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് തന്നെ സംശയമാണ്. കാണാൻ പറ്റട്ടെ എല്ലാവരും. ഇത്തവണ എന്താണെന്നറിയോ, ഈ തിരക്ക് നമുക്ക് മനസ്സിലാവും ഈ ഉത്സവ ദിവസം. അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഭാഗത്ത് തന്നെ എത്തിപ്പെടാൻ പറ്റിയതും അവിടെ പൊങ്കാല അർപ്പിക്കാനുള്ള സൗകര്യം കിട്ടുന്നത് ഒരു ഭാഗ്യമായിട്ടാണ്. കിലോമീറ്ററുകളോളം നീണ്ടു നിൽപ്പുണ്ട്. നമ്മളത് കണ്ടിട്ടാണ്. ഒന്ന് ആറ്റുകാലമ്മയെ തൊഴുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ട കാഴ്ച എന്ന് പറയുന്നത് അങ്ങ് ആ ബണ്ട് റോഡ് എന്ന് പറയും. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറം ആ ഭാഗത്തൊക്കെ വലിയ ക്യൂ. അതും കഴിഞ്ഞ് അവിടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതും കഴിഞ്ഞ് ക്യൂ നിൽക്കുക. മാത്രമല്ല, അതെ അതുകൊണ്ടാണ് നാളെ പൂരം നാളാണ് പൊങ്കാല. മാത്രമല്ല തൊഴുന്നതെന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം അമ്മയെ കാണണമെന്ന് ആഗ്രഹിച്ചാണ് എല്ലാവരും. അതുപോലെ അമ്മ, ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഈ പരിസരത്ത് നിങ്ങൾക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള സൗകര്യം കിട്ടി. എത്രയോ പേര് കിഴക്കേക്കോട്ടയില്, തമ്പാനൂര്, പട്ടത്ത്, കേശവാസപുരത്ത്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളില്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ചുറ്റളവെന്ന് പറയുന്നത് അതാണ്. അതിന്റെ സന്തോഷമാണ് ആദ്യമായിട്ട് വന്നിട്ട് ഇത്രയും അടുത്ത് പൊങ്കാല ഇടാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതാം. അതുപോലെ തന്നെ നാളെ നേരം വെളുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കയറി തൊഴാൻ പറ്റും. സന്തോഷായി. വീട് എവിടെ? എന്തോ? എന്റെ വീട് കോട്ടയത്താ. ശരി, അപ്പൊ എല്ലാരും പോയി തൊഴു കേട്ടോ. അതുപോലെ ഇതുപോലെ എത്രയോ അമ്മമാർ, ഈ അമ്മമാർ ഇതുപോലെ രാവിലെ തന്നെ ബസ്സുകളിലും വാനുകളിലും ഒക്കെ ആയിട്ട് വന്നിറങ്ങുന്ന അമ്മമാരുടെ എണ്ണം നമുക്ക് കാണണം. കാരണം ഒരുപാട് പ്രാർത്ഥനയോടെ അമ്മേനെ ഒന്ന് കാണാൻ വേണ്ടി, പൊങ്കാല ഇടാൻ വേണ്ടി പറഞ്ഞില്ലേ.